ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വർഷത്തെ മാവിലെ വിളവെടുപ്പിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ വരും വർഷം ഇരട്ടി കായ്ഫലം കിട്ടും എന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പഴവർഗ്ഗമാണ് മാമ്പഴം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെറൈറ്റികളിൽപ്പെട്ട മാവിനങ്ങൾ കിട്ടും. ശരിയായ പരിചരണമുണ്ടെങ്കിൽ എല്ലാ മാവുകളിൽ നിന്നും നമുക്ക് കുലകുത്തി മാങ്ങ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ മാവിലെ മാങ്ങകളെല്ലാം വിളവെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളിൽ ഒന്നാണ് മാവിന് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ നഴ്സറികളിൽ നിന്നും വാങ്ങുന്ന മാവ് ചെറുപ്രായത്തിൽ തന്നെ കായ്ച്ചു തുടങ്ങും. എളുപ്പത്തിൽ പ്രൂൺ ചെയ്യാൻ പറ്റുന്നത് ചെറിയ മാവിനെയാണ്. പ്രൂണിംഗ് എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. മാങ്ങ പൊട്ടിച്ചതിന് ശേഷം അതിലെ ബ്രാഞ്ചസ് വെട്ടി ഒതുക്കി ഹൈറ്റിൽ പോകാത്ത രൂപത്തിൽ മാവിനെ നിലനിർത്തുന്നതിനെയാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. പ്രൂൺ ചെയ്യുന്നതിൻ്റെ ഫലമായി മാവിൽ അധികമായി ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ബ്രാഞ്ചസ് എല്ലാം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നമ്മൾ മാങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കുലയോടുകൂടി പൊട്ടിച്ചെടുക്കണം. കുലയോടുകൂടി പൊട്ടിച്ചെടുക്കുമ്പോൾ അവിടെ നിന്നും അനേകം ബ്രാഞ്ചസ് ഉണ്ടാവുകയും പ്രൂൺ ചെയ്യുമ്പോൾ ബ്രാഞ്ചുകൾ കൂടുതൽ കട്ട് ചെയ്ത് കളയണ്ട. 10-15 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. മാങ്ങ പൊട്ടിച്ചതിന് ശേഷം ജൈവവളമോ രാസവളമോ ഇട്ടുകൊടുക്കുക. മാവ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഉണങ്ങി നിൽക്കുന്ന ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ വെട്ടിക്കളയണം. ഇങ്ങനെ കട്ട് ചെയ്തില്ല എങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉണങ്ങിയ കമ്പുകൾ കട്ട് ചെയ്തതിന് ശേഷം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കട്ട് ചെയ്ത ഭാഗത്ത് കോപ്പർ ഓക്സി ക്ലോറൈഡോ ബോഡോ മിശ്രിതമോ തേച്ചു കൊടുക്കണം. തുടർന്ന് ആ ഭാഗം ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കെട്ടിവെക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ താഴ്വശത്തു നിന്നും ബ്രാഞ്ചസ് വരും. അവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതുപോലെ മാവിനെ ബാധിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത്തിൾ അഥവാ ഇത്തിക്കണ്ണി. ഇത്തിളിനെ വൃത്തിയായി അതിൻ്റെ റൂട്ടുകളൊന്നുമില്ലാത്ത രൂപത്തിൽ മാവിൽ നിന്നും അടർത്തി മാറ്റണം. ഇത്തിളിൻ്റെ ചെറിയ അംശം മാവിലുണ്ടെങ്കിൽ അവ സ്പ്രെഡായി മാവ് മുഴുവൻ വ്യാപിക്കുകയും മാവിനെ മൊത്തത്തിൽ ഉണക്കിക്കളയുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടുത്ത വർഷവും നമ്മുടെ മാവിൽ നിന്ന് 3 ഇരട്ടിയോളം മാങ്ങകൾ നമുക്ക് കിട്ടും.